അയ്യോ 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 എന്താണ്? ഹലോ ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എന്താണ് ഇവൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാണിക്കണമെന്ന് അറിയാമോ? അവന് ഡാഡിയുടെ പുറത്ത് പോകണം. ഡാഡി കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേ ഇത് കണ്ടോ, സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഇവിടെ കിടന്ന് ഒരക്കലാണ് ഫ്രണ്ട്സ്. അവനെന്താ ഇങ്ങനെ എൻ്റെ പൊന്നു വേണ്ടത്? എന്താണ് വേണ്ടത് പൊന്നിന്? എന്താണ് വേണ്ടത്? പുറത്ത് പോവാനോ? ഇത് കണ്ടോ, സ്നേഹം കൂടി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൊഞ്ചുന്നത്. എവിടെ പോകാനാണ് പൊന്നോ? അച്ഛൻ്റെ കൂടെ പോകാനോ? ഡാഡി കുളിച്ച് കഴിഞ്ഞ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി കേട്ടോ പോവാനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവന് പുറത്ത് പോകണതേ ഇങ്ങനെ കുണുങ്ങി കൊഞ്ചി എൻ്റെ അടുത്ത് വരുന്ന അത് കണ്ടോ, ഇത് കണ്ടോ. പോവാ അത് ഡെയിലി ഡാഡിയെ കൊണ്ടാക്കാൻ പോവാനാണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ, പോവാ ഡാഡി ഒരുങ്ങി വരട്ടെ, പോവാട്ടെ, പോവാ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നതാണ്. കണ്ടോ, പോവാൻ പൊന്നു പോവാ കേട്ടോ. ഡാഡി ഡ്രസ്സ് ചെയ്യട്ടെ, പോവാ. എന്നിട്ട് നമുക്ക് പൂജ ചെയ്യണ്ടേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി, പൂജ ചെയ്തിട്ട് വേണം മമ്മിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പൊന്നു റൊട്ടി കഴിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു രാവിലെ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ മോൻ ഇന്ന് 2 റൊട്ടി കഴിച്ചു. പൊന്നിന് വേണ്ടി ഞാൻ 2 റൊട്ടി ഉണ്ടാക്കി. അപ്പോൾ റൊട്ടി കഴിച്ചു, പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇന്ന് പെഡിഗ്രിയാണ് കൊടുക്കുന്നത് കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, പൂജയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എന്നും പൂജയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ദിവസം നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയ്ക്ക് ഒത്തിരി നേരം ഇരുന്ന് മന്ത്രം ചൊല്ലും കേട്ടോ. അതുകൊണ്ടാണേ ഇങ്ങനെ ഇരിക്കുന്ന, ഡാഡിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ദീപക്ക് രാവിലെ വന്ന് ഒന്ന് അടിച്ചു വാരിയിട്ടൊക്കെ പോയിട്ട് തുടച്ചില്ല. അപ്പോൾ എനിക്ക് തുടക്കണം, പിന്നെ വേണം തുടക്കാൻ. ദീപക്കിന് ഇന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ വന്നു മുറ്റമടിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി. നാളെ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവൻ്റെ പെറ്റ് കടയിൽ പോകണം, ബിസ്ക്കറ്റ് മേടിക്കണം. കൊച്ചിൻ്റെ ബിസ്ക്കറ്റ് തീർന്നു പോയി. വീട്ടിൽ ഉമ്മ ഡാഡിയുടെ അടുത്ത് പോണോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഭയങ്കര സ്നേഹമാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ മോൻ്റെ വീഡിയോ ഡെയിലി കാണണേ. അപ്പോൾ ഈ വീഡിയോ ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്തെനിക്ക് ഒത്തിരി പേര് എന്നെ ഡെയിലി കാണുന്ന ആൾക്കാർ, ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബർ പറഞ്ഞു ഡെയിലി ഇവനെ കാണണമെന്ന്. അങ്ങനെ ഒത്തിരി പേർക്കുള്ള അപേക്ഷയായിട്ടാണ് കേട്ടോ ഞാൻ ഡെയിലി ഇവൻ്റെ ഫോട്ടോ ഇവൻ്റെ വീഡിയോ ഞാൻ എന്തെങ്കിലും കുറച്ചൊക്കെ ആയിട്ട് ഇടുന്നത് കേട്ടോ. ചിലവർ ഓർക്കും കണ്ടന്റ് ഇല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഇടുന്നു, ഇവ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പം മോൻ കേട്ടോ, എൻ്റെ വീഡിയോ കാണണേ ചേട്ടന്മാരെ അങ്കിൾമാരെ കാണണേ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സ്കൂബുവിനെ ഒന്ന് കാണണേ, ഒന്ന് പൊന്നിനെ ഒന്ന് പാവമാണ് കേട്ടോ. ഇവർക്കൊന്ന് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം ഇവർ തരുന്നത് കേട്ടോ. തിരിച്ചൊന്നുമില്ല ഇവർക്ക് കൊടുക്കാൻ, അതുപോലത്തെ സ്നേഹം. ഇന്നലെ തന്നെ എൻ്റെ മോള് ഫ്ലൈറ്റിൽ വന്നു, രാത്രി 2 മണിയായി കേട്ടോ. അവനും ഡാഡിയും ആ റോഡിലേക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിപ്പോവും. അവൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്ന എൻ്റെ മോക്കും ആ സ്നേഹം, അവൻ്റെ ആ സ്നേഹം കാണണമായിരുന്നു. അപ്പോൾ രാത്രിയായിട്ട് നമുക്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഇന്നലെ ഒത്തിരി വൈകിയാണ് വന്നത്. എന്താ ഇങ്ങനെ നടക്കുന്ന കേട്ടോ, ഡാഡിയുടെ പിറകെ നടക്കുന്നതാണ്. ഒളിഞ്ഞ് നോക്കുന്ന കേട്ടോ, ഡാഡി ഡ്രസ്സ് ചെയ്തോന്ന് ഇവിടെ നിന്നിട്ട് ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞ് നോക്കുന്നതായി കാണുന്നത് കണ്ടോ. ഡ്രസ്സ് ചെയ്താ നോക്കാൻ പോകുന്നു. എന്ത് പറ്റി പൊന്നോ? ഇത് കണ്ടോ ഗൈസ്, മോളിൽ പോകാനാണ് കേട്ടോ. ഡാഡി ഒരുങ്ങുന്നപ്പോൾ അവന് മോളിൽ പോകണം. പോവാം എന്നാ പോക്കോ. ഇത് കണ്ടോ ഗൈസ്, ബുള്ളറ്റിനെ നോക്കുന്ന കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് കണ്ടോ, മോളിൽ കയറി വരുന്ന ബുള്ളറ്റിനെ കാണാനാണ് കേട്ടോ അവൻ. പാവം.
ഇത് കണ്ടോ, അവളെ കാണാനില്ല. ഇതിനാണ് എന്നെ എപ്പോഴും കിടന്ന് തോണ്ടി വിളിക്കുക കേട്ടോ മോളിൽ പോവാൻ. ആരും വിശ്വസിക്കില്ല കേട്ടോ. കണ്ടോ വിളിക്കുന്ന കണ്ടോ, കണ്ടോ എൻ്റെ ബുള്ളറ്റിനെ വിളിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. കണ്ടോ അവൾ വരാത്തോണ്ട് വിളിക്കുന്നത്. ഈ വന്നു കണ്ടോ, അവളുടെ അച്ഛൻ അവളെ കൊണ്ടുവന്നു കേട്ടോ. അതേ അവനെ കണ്ടോ വന്നു. ഇത് കണ്ടോ വെപ്രാളം കണ്ടോ, ബുള്ളറ്റ് കണ്ടോ വർത്താനം പറയുന്നുണ്ടോ. കണ്ടോ അവള് പോയി. അവളോട് അവളെ അച്ഛൻ പറഞ്ഞ് നിൽക്കാൻ, പക്ഷെ അവള് പോയി. എന്തോ പറന്നു വന്നു. ദേ പതിവ് പോലെ മോൻ പോകുന്നു കൊണ്ടാക്കാൻ. കണ്ടോ, ആ ശരി, ഓക്കെ, പോയിട്ട് വാ. ആ ശരി. എന്നോട് ഒന്ന് തിരിഞ്ഞ് നോക്കി അനുവാദം ചോദിച്ചതാ. പൊക്കോട്ടെ. കൊണ്ടാക്കിയിട്ട് പോയിട്ടാ. കണ്ടോ ചെന്ന് നിൽക്കുന്നു ഗൈസ്. കണ്ടോ പറഞ്ഞ വരവ് കണ്ടോ, കൊണ്ടാക്കാനാണ് വരുന്നത്. ടാറ്റ പറഞ്ഞേക്ക്. ഇനി ഞാൻ ഗേറ്റിൻ്റെ അകത്തൂടെ ഒന്ന് പുറത്ത് തലയിട്ട് നോക്കും കേട്ടോ, പോകുന്നവരെ ആ കോണയിൽ പോകുന്നവരെ കാണാം. ടാറ്റ ശരി, വാ, ഓക്കെ. അടി പോകുന്ന കേട്ടോ. കണ്ടോ ടാറ്റ. ഇവിടെ നോക്കണ പുള്ളി. വേണ്ട, പോവാ. ദേ പോയി, ഡാഡി പോയി. കണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കും. ബാ പൊന്നു, മോൻ നല്ല മോനാണ് ഫ്രണ്ട്സ്. ഇത് കണ്ടോ കയറുന്ന കണ്ടോ. മമ്മി ബേൽപ്പത്ത പറിച്ചോണ്ട് വരട്ടെ കേട്ടാ. കൂളത്തല പറിച്ചോണ്ട് വരട്ടെ. മതിലിൽ കയറി നമ്മുടെ അവിടുന്ന് കൂളത്തല പറിക്കണ്ടേ, വിളക്കെത്തിക്കണ്ടേ. വരുന്നു. അവിടെ നിന്നോ മോൻ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മമ്മി മതിലിൽ കയറിയേ പറ്റൂല ഏട്ടാ. അവിടെ ഇന്നോട്ടെ, മമ്മി വരുന്നു. എന്നെ പറിച്ചോണ്ട് വരട്ടെ ഏട്ടാ, കൂളത്തല പറിച്ചോണ്ട് വരട്ടെ. നമ്മുടെ വീട്ടിൽ നിന്നല്ലേ പറിക്കുന്നത്. മമ്മ മതിൽ കയറണം, ഇല്ലാതെ പറിക്കാൻ പറ്റൂല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊന്ന് മതിൽ കയറി 2-3 ഇലകൾ പറിക്കണം, മാവല പറിക്കണം ഗൈസ്. എൻ്റെ വീട്ടിലെ തന്നെയാണ് കേട്ടോ ബേൽപ്പത്ത. ഇത് വലിയൊരു മരമായിരുന്നേ, ഞങ്ങൾ പകുതി വെട്ടിക്കളഞ്ഞു. ആരോ പറഞ്ഞു വീടിൻ്റെ മുകളിൽ മരം വരുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് പൊടിച്ച് വരുന്നു. ദേ കണ്ടോ, ഞാനപ്പോൾ ഈ മതിൽ കയറിയിട്ടാണ് പറിക്കുന്നത് കേട്ടോ. താഴെ എല്ലാം ചെറിയ ഇലയുണ്ട്. ഈ ബേൽപ്പത്ത പറിച്ചു. അപ്പോൾ കൂവളത്തല വിടാതെ ഞാൻ എന്നും കൂവളത്തല, ഇപ്പോൾ ഒരു 10-20 വർഷമോ 22 വർഷത്തോളമായി കേട്ടോ ഞാൻ കൂവളത്തല ഇട്ട്. 22 അല്ല, ഈ ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ 32 വർഷമായി ഞാൻ ഈ കൂവളത്തല. നേരത്തെ ഞങ്ങൾ പുറത്തുനിന്നാണ് മേടിക്കാനായിരുന്നു. പിന്നെ ഈ മരം വെച്ച് പിന്നെ ഇവിടുന്നാണ് എടുക്കുന്നത്. ഇതിൽ കായും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇനി ഇത് വലുതാവുമ്പോൾ കായും വരും. ഇത് കൂവള മരമാണേ, ആണല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മുകളിൽ ഇവിടെ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല, ഈ വഴി മാത്രമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിത് റോഡിൽ നിന്ന് ചെത്തി കൊണ്ടുവന്ന് ഇത് കണ്ടോ, ചെത്തി കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന കേട്ടോ. പക്ഷെ അത് പൂത്തിയിട്ടില്ല. ചെത്തി നല്ലതാണല്ലോ പൂജയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ പൂജ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള തുളസി, ശംഖുപുഷ്പം അങ്ങനത്തെയൊക്കെ മാത്രം കേട്ടോ. ഇവിടെ ഒരു ശംഖുപുഷ്പം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കാൻ വരുന്ന ആ ചെക്കൻ വരുന്നില്ല കേട്ടോ. അവന് വേറെ എന്തോ ജോലി കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോയിരിക്കുന്നതാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ പൂര ബാക്കും ഫ്രണ്ടും ചത്തൊക്കെ അടിച്ച് ക്ലീനാക്കി എല്ലാം വലയൊക്കെ അടിച്ച് ട്യൂബൊക്കെ ക്ലീൻ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഈ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നതിനെ കാണാത്തുണ്ട് കേട്ടോ. പൊക്കോ മമ്മി പറിച്ചു, പറിച്ചു മമ്മി പറിച്ചു കേട്ടോ. ബാ കുളിച്ച് പൂജ ചെയ്യാം നമുക്ക്. ബാ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ പണി ചെയ്ത് പോയി, താഴെ കുറേ പണിയുണ്ട്. താഴെ എന്ന് പറഞ്ഞാൽ വാതിലുകൾ മാറ്റണം, ഒത്തിരി കാര്യങ്ങളുണ്ട് താഴത്തെ ഫ്ലാറ്റ് കേട്ടോ. അപ്പോൾ വാതിലൊക്കെ മാറ്റണം. പഴയ വീടല്ലേ, വാതിലൊക്കെ മാറ്റി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് മേടിച്ച് താമസിക്കുന്ന വീടാണ്. അപ്പോൾ വാതിലൊക്കെ മാറ്റി ഇത് റിപ്പയർ ചെയ്യാനുണ്ട്. 8 ലക്ഷം ചിലവ് വരുന്ന കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ അത് ചെയ്യണം. ചെയ്തിട്ട് പുറത്ത് തേച്ചതൊക്കെ ഡാമായിപ്പോയി. അപ്പോൾ പുറത്ത് തേച്ച് ഒന്ന് നേരാമണ്ണം ചെയ്യാനാണ് ഈ പുറത്ത് തേക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനലൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ട്
പുറത്തെ പണി ചെയ്യാം. പുറത്ത് സിമൻ്റൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. മുകളിൽ പണിതപ്പോൾ ഈ കമ്പിയൊക്കെ അടിച്ചും മേസ്ത്രിമാരെ അടിച്ചും പുറത്ത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീടൊക്കെ ഇങ്ങനെ തേച്ചതാണ്. അത് പെയിൻ്റ് അടിച്ചതാണ്. അതൊക്കെ ഒന്ന് ഡാമായി പോയി ഇളകുന്നുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ പണിയിൽ ബംഗാളീസിൻ്റെയൊക്കെ പണികൾ അങ്ങനെയാണ് കേട്ടോ. മോനിവിടെ കിടക്കും. ഞാനിനി മുകളിലത്തെ ഇപ്പോൾ താഴെ ആരും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, നല്ല തണുത്ത വെള്ളമായിരിക്കും താഴെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ വന്നാൽ കുളിക്കുന്ന കേട്ടോ. താഴെയും 3 ബാത്റൂമുണ്ട്, മുകളിലും ഉണ്ട് 3-4 ബാത്റൂം. അപ്പോൾ താഴെ വന്ന് കുളിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താഴെയൊക്കെ വന്ന് കുളിച്ച് അതൊക്കെ ഒന്ന് യൂസ് ചെയ്യണ്ടേ. അതിന് വേണ്ടി ഞാൻ താഴെ വന്ന് കുളിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കും കേട്ടോ. താഴെയെന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം, വലിയ ഹോള്, 2 കിച്ചൺ, അതായത് ഒന്ന് സ്റ്റോർ റൂം ആക്കുകയാണ്, 3 ബാത്റൂം, അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. 4 വലിയ ബെഡ്റൂമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കൽക്കട്ടയിൽ ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബെഡ്, ഒരു കട്ടിൽ, ഒരു അലമാര ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫ്ലാറ്റുകളിൽ അതാണ് ചെറിയ ബെഡ്റൂംസാണ്. ഞങ്ങളിത് പണ്ടേ മേടിച്ചുകൊണ്ട് വലിയ ബെഡ്റൂമും ഹോളൊക്കെ ആയി. പിന്നെ മുകളിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടത്തിന് തന്നെ എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്പേസ് വന്നു. കൽക്കട്ടയിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ബെഡ്റൂംസൊക്കെയാണ് കേട്ടോ, ചെറിയ അടുക്കളയൊക്കെയാണ്. പിന്നെ താഴത്തുള്ളത് ചെറിയ അടുക്കളയാണ്. മുകളിൽ ഞങ്ങൾ ഇച്ചിരി വലിയ അടുക്കള പണിതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കൊല്ലമായാലും മുകളിലേക്ക് കയറിയിട്ട് ഇതൊക്കെ ഒന്ന് പണി ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. വീടൊക്കെ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പൂജാ റൂമിലാണ് കേട്ടോ, പൂജ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ പൂജാ റൂമിൽ ഇതേ മോർണിംഗ് കിടപ്പുണ്ട്. ഇതേ പൂജാപാത്രങ്ങളൊക്കെ കഴുകി മോളിൽ നിന്നുള്ള പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേറെയും പൂ മേടിച്ചു കേട്ടോ, കലശം വെക്കാൻ വേണ്ടി. ദേ ആമ്പത്തേക്ക് പറിച്ചു വെച്ചിട്ടുണ്ട്, തുളസിയില, കൂവളത്തില എല്ലാം. അപ്പോൾ ഇതിൻ്റെ സമയമൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ പൂജാ റൂമിലാണ് പോകുന്നത് കേട്ടോ, പൂജ തുടച്ചെടുക്കാൻ അങ്ങനെയൊക്കെ. ഇത് കേട്ടോ, പാത്രങ്ങളൊക്കെ കഴുകി ശംഖൊക്കെ കഴുകി വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ അതേ മോൻ ഇത് കണ്ടോ, മോൻ പൂജ വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ, അവൻ പ്രണാമൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ ആ സമയത്ത് ആർത്തിയൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതേ വന്നിരിക്കുന്ന കണ്ടോ മോൻ ഇരിക്കുന്നതാണ് കണ്ടോ. അപ്പോൾ ഞാൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞപ്പോൾ ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൂജയൊക്കെ ചെയ്ത് നമ്മൾ കുറേ നാമമൊക്കെ ജപിച്ചിട്ട് ആരതിയൊക്കെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പനീരൊക്കെ തളിച്ചു എല്ലാമാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണന് ഞാൻ പോകുമ്പോൾ ദേ പീലിയും നമ്മൾ ഓടക്കുഴലൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട്. ഈ കർക്കിടക മാസമല്ല, ഇപ്പോൾ രാമായണ മാസമാണ്. പക്ഷേ രാമായണം ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ, ഭഗവത്ഗീതയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് വായിക്കും. ഇങ്ങനെയൊക്കെ സമയം പോകുന്നത്. ഇത് കേട്ടോ, പൂജയൊക്കെ ചെയ്തിട്ട് അപ്പോൾ കാണിക്കാം കേട്ടോ. ഇത് പുരി ജഗന്നാഥിൻ്റെയാണ് കേട്ടോ. പുരി നമ്മൾ ഒഡീസയിൽ പുരിയില്ലേ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ പുരിയിലാണ് എൻ്റെ മകൾക്ക് ചോറ് കൊടുത്തത് കേട്ടോ. അന്നപ്രാശം ചെയ്തത് പുരിയിൽ വെച്ചായിരുന്നു. ഇത് കണ്ടോ, വിഘ്നേശ്വരന് ഡെയിലി ഇതുപോലെ ഞാൻ കറുകപ്പുല്ല് വെക്കും കേട്ടോ. ഇതിനിവിടെ ധൂപ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഡെയിലി മേടിച്ച് വെക്കുവേ. വീട്ടിൽ കൊണ്ട് നട്ടിട്ട് ഇങ്ങനത്തെ സാധനമൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ അത് കാരണം പൂക്കാരത്തിരയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഡെയിലി ഞാൻ വിഘ്നേശ്വരനെ ഇങ്ങനെ കറുകപ്പുല്ല് വെക്കാറുണ്ട് കേട്ടോ, ഡെയിലി വെക്കാറുണ്ട്. അപ്പോൾ ഗൈസ് ഡെയിലി ഞങ്ങൾ ഇങ്ങനെ ഗംഗാവെള്ളം ഒഴിക്കുക കേട്ടോ. ഗംഗാവെള്ളം ശിവൻ്റെ തലയിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ ഒഴിച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നീൽകണ്ഠ ഫുൾ, അതായത് ശംഖുപുഷ്പം വച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേൽപ്പത്ത വെക്കും. ഇതിൽ 9 ബേൽപ്പത്ത വേണമെങ്കിലും വെക്കാം കേട്ടോ. 9 ബേൽപ്പത്ത വെക്കാം, അതായത് 3 3 3 അങ്ങനെ. ഇപ്പോൾ ഇത് ചെറിയ കല്ലായതുകൊണ്ട് ഞാൻ 1 വെച്ചിട്ടുള്ളൂ.
അപ്പോൾ ഡെയിലി വെക്കുന്നുണ്ട് ഞാൻ. അതിനൊക്കെയാണ് വേൽപ്പത്ത, അതായത് കൂവളത്തല നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നത്. ഡെയിലി ഗംഗാവെള്ളം ഒഴിച്ച് ഞാൻ കൂവളത്തല വെക്കും. അപ്പോൾ ഇത് നീൽകണ്ഠ് ഫുൾ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ശനി ഭഗവാന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ നീൽകണ്ഠ് ഫുൾ വെക്കുന്നത് കേട്ടോ. കുറച്ച് ഞാൻ കാണിച്ചു തരണം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടു ഗൈസ്. അപ്പോൾ ഒരാളിവിടെ കാത്തിരിക്കുന്ന കേട്ടോ. അതെ, ആർത്തി തൊഴാൻ വേണ്ടിയും തീർത്ഥം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതെ, ആർത്തി തൊഴാൻ വേണ്ടിയാണ് ഈ കാത്തിരിക്കുന്നത് കേട്ടോ. അവന് ആർത്തി തൊഴണം. നല്ലതായിട്ട് വരട്ടെ എൻ്റെ മോൻ. കണ്ടോ, നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. വാ ഓ, കഴിഞ്ഞു പൂജ. ഒക്കോ, പൂജ കഴിഞ്ഞിട്ട് ഇതീ പോകുന്നു. കണ്ടോ, പൂജയുടെ പരിപാടി കഴിഞ്ഞു വന്നപ്പോൾ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് മോൾ ഇറങ്ങി കേട്ടോ. മോൾക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മോനിപ്പോൾ അത് കാണാൻ പോകുമ്പോൾ അവൾ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ചേച്ചി പോകുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മോള് പോയി. മോളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. കണ്ടോ, ചേച്ചിയെ വിടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ മോള് പോയി. മോളുടെ ഓഫീസിലെ വണ്ടി വന്നു, മോള് പോയി. കണ്ടില്ലേ, ചേച്ചി പോയി, ചേട്ടൻ പോയത് എടുത്തില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ പൂജാ റൂമിലായിരുന്നു. ചേട്ടൻ പോയി, ഡാഡി പോയി, എല്ലാവരും പോയി. അപ്പോൾ രാവിലത്തെ കുറേ കാര്യങ്ങൾ, രാവിലത്തെ മോൻ്റെ റൂട്ടീനും ഒക്കെ ഏകദേശം മനസ്സിലായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഈ റൂട്ടീൻ. അപ്പോൾ ഇതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ പൂജ കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ. അത് 11 മണിയായിരുന്നാലും പൂജ കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇവന് രാവിലെ റൊട്ടിയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ഇവൻ റൊട്ടിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇനി ഒന്ന് പെഡിഗ്രി മിക്സിയിലിട്ട് പൊടിക്കണം. ഇവന് ഞാൻ പൊടിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇവൻ ഛർദ്ദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ. പലരും എന്നോട് ചോദിച്ചു പെഡിഗ്രി എന്തിനാണ് പൊടിക്കുന്നത്. കുറച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ ഉച്ച ടൈമിൽ, ലഞ്ച് ടൈമിലൊക്കെ ആകുമ്പോൾ ഞാൻ അവന് പൊടിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞത്. കാരണം ഇവന് ഇനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഛർദ്ദിക്കുമോ എന്നൊരു പേടി കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം, ഇവൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ. അപ്പോൾ ഇവന് ഞാൻ നേരത്തെ ഇന്ന് വീഡിയോ എടുത്തു കേട്ടോ. ദീപക്ക് രാവിലെ വന്ന് എന്നെ അടിച്ചു വാരിയൊക്കെ തന്ന് മുറ്റം അടിച്ചു, അകമൊക്കെ അടിച്ചു വാരിയിട്ട് പോയി. എനിക്കിനി ഒന്ന് ബാത്റൂമൊക്കെ ഇനി കഴുകണം. ഒരു കുളി കഴിഞ്ഞ് വിളക്ക് എത്തിച്ചു. ഇനി അടുത്ത കുളി ഉച്ചക്കാണ്. അത് ബാത്റൂമൊക്കെ കഴുകി വാഷ് ബേസിനൊക്കെ കഴുകിയിട്ട് പിന്നെ ഇനി രണ്ടാമത്തൊരു കുളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. രണ്ടാമത്തെ കുളി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യാവിളക്ക് എത്തിക്കുമ്പോൾ ഒരു കുളി, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടാണ്. മുകളിലത്തെ ബാത്റൂമിലെന്ന് പറയുമ്പോൾ ചൂടുവെള്ളം വരും ഈ ടാങ്കിൽ നിന്ന്. ഇവരൊക്കെ വാട്ടർ ഹീറ്റർ വെച്ചൊക്കെ കുളിക്കുന്ന കേട്ടോ. ഗീസറൊക്കെ ഓൺ ചെയ്തിട്ട്. ഞാനങ്ങനെയല്ല, തണുത്ത വെള്ളവും എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ താഴത്തെ ഫ്ലാറ്റിൽ പോയിട്ട് നല്ല തണുത്ത വെള്ളം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷവും പാചകവും എല്ലാം ആയിട്ട്. മോൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.